ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന മൂവിയാണ്. കാത്തിരുന്ന് കല്യാണം കഴിക്കാൻ പോയ നായകനാകട്ടെ വധുവിന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോയി അവസാനം കോമയിലാകുന്നു. അവൻ അതിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ അവന്റെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്നതാണ് ഈ ഒരു മൂവിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ എബി തന്റെ വിവാഹത്തലേന്ന് ഒരു കോയിൻ എടുത്ത് ടോസ് ഇട്ട് നോക്കുന്നതാണ്. കോയിൻ അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോയി. എന്നാൽ അത് എടുക്കുന്നതിന് മുൻപ് തന്നെ അവൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി നിധി ആകട്ടെ അവനെ കോൾ ചെയ്യുന്നു. അവൾ അവന്റെ വീടിന്റെ താഴെ ഉണ്ടായിരുന്നു. നിധി അവനോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ള ആ സ്വപ്നം വീണ്ടും കണ്ടുവെന്ന്. ഒരു ബീച്ച് സൈഡില് വെളുത്ത കുതിരപ്പുറത്ത് എബി കല്യാണ വേഷത്തിൽ വരുന്നു. കുറെയായിട്ട് ഈ സ്വപ്നം കാണുന്നതല്ലേ, അതുകൊണ്ട് നാളെ എന്തായാലും എബി കുതിരപ്പുറത്ത് വന്നാൽ മതി. എന്നാൽ ഈ രാത്രിയിൽ താൻ എങ്ങനെ കുതിരയെ സെറ്റാക്കുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയണ്ട, കുതിരയില്ലെങ്കിൽ നാളെ കല്യാണം നടക്കില്ല എന്ന്. രണ്ടുപേരുടെയും പ്രണയവിവാഹമാണ്. വിവാഹത്തലേന്ന് അവള് പറഞ്ഞ ആഗ്രഹമല്ലേ, എന്താണെങ്കിലും അത് സാധിച്ചു കൊടുക്കാമെന്ന് അവനും വിചാരിച്ചു. അങ്ങനെ എബി പെട്ടെന്ന് തന്റെ കൂട്ടുകാരനായ അൻരാജിനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു വെള്ള കുതിരയെ സംഘടിപ്പിക്കാൻ പറയുന്നു. ഒടുവിൽ അൻരാജ് അന്വേഷിച്ച് ഒരിടത്തുനിന്ന് ഒരു കുതിരയെ സംഘടിപ്പിക്കുന്നു. എന്നാൽ ആ കുതിരയെ കൊടുക്കുന്നതിന് മുമ്പ് ആള് പറയുന്നുണ്ടായിരുന്നു, ഈ കുതിരയുടെ പുറത്ത് കയറിയ പലരും വീണിട്ടുണ്ടെന്ന്. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞിട്ട് അൻരാജ് കുതിരയും കൊണ്ടുപോയി. ഇത് എബിയുടെ മൂത്ത ചേട്ടൻ സിബിയാണ്. സിബിക്കാകട്ടെ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എബി ഒരു ഫർണിച്ചർ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. എബിയുടെ സിബിയുടെ അച്ഛനായ മാത്യു ആകട്ടെ തന്റെ വൈഫ് മരിച്ച ശേഷം കുറച്ച് മെന്റലി അൺസ്റ്റേബിൾ ആയിരുന്നു. അയാളോട് കുറച്ചേരം സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ അയാൾക്ക് ലേശം വട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെ കല്യാണത്തിന് റെഡിയായി എബി ആകട്ടെ കുതിരപ്പുറത്ത് കയറാൻ പോകുക. അവരുടേത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വിവാഹമായിരുന്നു. തലപ്പാവൊക്കെ വെച്ചുകൊണ്ടാണ് അവൻ പോവേണ്ടത്. എന്നാൽ സിബി പറയുന്നുണ്ട്, കുതിരപ്പുറത്ത് കയറുമ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം സ്റ്റേജിലിരിക്കുമ്പോ നീ തലപ്പാവ് വെച്ചാൽ മതിയെന്ന്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, മുടി ചീത്തയാക്കണ്ടെന്ന് കരുതിയിട്ട് എബി ആകട്ടെ തലപ്പാവൊന്നും വെക്കാതെ കുതിരപ്പുറത്ത് കയറി. താൻ ആഗ്രഹിച്ച പോലെ തന്നെ എബി വരുന്ന കണ്ടിട്ട് നിധിയോ ആകെ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഫോട്ടോസ് എടുക്കുന്ന കാരണം ഈ കുതിരയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നു. അതിന്റെ ഫ്ലാഷ് അടിക്കുമ്പോഴൊക്കെ കുതിര വയലന്റ് ആവുകയായിരുന്നു. ഒടുവിൽ ബാലൻസ് തെറ്റി എബി തലയിടിച്ചു വീണു. ആ ഒരു ഒറ്റ വീഴ്ചയിൽ അവന്റെ ബോധവും പോയി. ഇവിടെ നമ്മുടെ മാത്യു ആകട്ടെ എബിയുടെ വിവാഹ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കയറും കെട്ടി നിൽക്കുകയാണ്. കാരണം എബിയുടെയും കൂടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ എനിക്കിനി എന്റെ വൈഫിന്റെ അടുത്തേക്ക് പോകാമല്ലോ എന്നുമായിരുന്നു അയാളുടെ ചിന്ത. പക്ഷേ എബി തലയിടിച്ച് വീണ വിവരം അറിഞ്ഞിട്ട് മാത്യു തൽക്കാലം സൂയിസൈഡ് ചെയ്യാനുള്ള ഉദ്ദേശമൊക്കെ വിട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ ഞെട്ടിക്കുന്ന കാര്യമാണ് അവരോട് എല്ലാവരോടും പറയുന്നത്. എബി കോമയിലാണ്. അവൻ എപ്പോ ഉണരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഉണരും, ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുക്കും. നിധിക്കിത് വലിയൊരു ഷോക്കായിരുന്നു. കോമയിൽ കിടക്കുന്ന എബി ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപാട് ഗെയിമുകളും മറ്റും നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവൻ കടന്നു പോകുന്നതും അവന്റെ കയ്യിൽ ആരോ ഒരു ബാൻഡ് കെട്ടുന്നതും അവിടെ ഒരു ഷോപ്പിൽ നിന്നും അവന്റെ ഒരു മാംഗോ ഷേക്ക് ഓർഡർ ചെയ്യുമ്പോൾ അത് അയാൾ മിക്സിയിലിട്ടടിച്ച് അവന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും അവനത് കുടിക്കുന്നതും ഒക്കെയായിരുന്നു അവൻ കാണുന്ന സ്വപ്നം. ആ ഒരു സീൻ അവിടെ കട്ടാവുകയാണ്. ഇനി നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. എബിയും നിധിയും എങ്ങനെ കണ്ടുമുട്ടിയെന്നും എങ്ങനെ പ്രണയത്തിലായെന്നും നമുക്ക് കാണാം. ഋഷി എന്ന് പറയുന്ന ഒരു പയ്യന്റെ വീട്ടിലേക്ക് ഫർണിച്ചറും കൊണ്ട് വന്നതായിരുന്നു എബിയും അനുരാജും. അവരവിടെ എത്തുമ്പോൾ ഋഷിയും നിധിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാരത്തിൽ നിന്നും എബിക്ക് മനസ്സിലായി നിധിയും ഋഷിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും. എന്നാൽ ഋഷി ആകട്ടെ നിധിയെ ചതിച്ചിരിക്കുകയാണ്. മറ്റൊരു പെൺകുട്ടിയായിട്ട് അവന്റെ വിവാഹം ഉറപ്പിച്ചു. ഋഷിയാകട്ടെ തന്റെ അച്ഛൻ തന്നെ ഫോഴ്സ് ചെയ്ത് വിവാഹത്തിന് സമ്മതിപ്പിച്ചു എന്നുള്ള രീതിയിലായിരുന്നു നിധിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നീ നിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് നിധിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫർണിച്ചർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനിടയ്ക്ക് ഒളിഞ്ഞിരുന്ന നമ്മുടെ എബി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ എബിയോടും അനുജനോടും പൊയ്ക്കൊള്ളാൻ ഋഷി പറഞ്ഞെങ്കിലും ഋഷിയുടെ അച്ഛൻ ഇപ്പോൾ വരും, അയാളെ കണ്ടിട്ട് പോയാൽ മതി എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നു. അത് കേട്ടതോടെ ഋഷി പേടിക്കാൻ തുടങ്ങി. അച്ഛൻ വന്നു കഴിഞ്ഞാൽ നിധിയെ കണ്ടു കഴിയുമ്പോൾ അവൻ എന്ത് പറയും? അത് കാരണം നിധി അവൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് പറഞ്ഞുവിടാൻ നോക്കിയായിരുന്നു. പക്ഷെ കറക്റ്റ് ആ സമയത്ത് അവന്റെ അച്ഛൻ അവിടേക്ക് കയറി വന്നു. നിധി ആരാണെന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഋഷി പറയുന്നുണ്ട്, ഫർണിച്ചർ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നവരുടെ കൂട്ടത്തിലുള്ളത് അവരുടെ സ്റ്റാഫാണെന്ന്. നിധി ആരാണെന്നും അറിയാതെ ഋഷിയുടെ അച്ഛനാകട്ടെ ഋഷിയുടെ കല്യാണത്തെ പറ്റിയെല്ലാം പറയുന്നു. ഋഷി ചെറുപ്പത്തിൽ മുതൽ സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ മാത്രമേ അവൻ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു നിന്നതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണെന്ന്. അതോടുകൂടി നിധിക്ക് മനസ്സിലായി ഋഷി ഇത്രയും കാലം തന്നെ നല്ല രീതിയിൽ പറ്റിക്കുകയായിരുന്നു എന്ന്. അവള് നല്ല ദേഷ്യത്തിലായിരുന്നു. അവളുടെ ദേഷ്യവും വിഷമവും കണ്ടപ്പോ എബിക്കും കഷ്ടം തോന്നി. വിഷമിച്ചിരിക്കുന്ന അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പോയി പറയുന്നുണ്ട്, തനിക്ക് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ ഫർണിച്ചർ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കിടിലം ഫർണിച്ചർ ഒക്കെ തരാമെന്ന്. എന്നിട്ട് അവന്റെ കാർഡും കൊടുക്കുന്നു. എന്നാൽ തൽക്കാലം എനിക്ക് ഫർണിച്ചർ അല്ല വേണ്ടുന്നത്, ഒരു ചുറ്റികയാ വേണ്ടുന്നതെന്ന് അവള് പറയുന്നു. ഇവര് കൊണ്ടുവന്ന ടൂൾ ബോക്സിൽ നിന്ന് അവൾക്ക് തൽക്കാലം അനുരാജ് ആകട്ടെ ഒരു ചുറ്റിക എടുത്തു കൊടുത്തു. എന്നാൽ എബി അനുരാജ് ഷോപ്പിലെത്തി കഴിയുമ്പോഴാണ് ഷോപ്പിലെ മാനേജർ പറയുന്നത്, നിങ്ങൾ ലാസ്റ്റ് ഫർണിച്ചർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയ വീട്ടിൽ അയാൾ തന്നെ വിളിച്ച് ഒരുപാട് തെറി പറഞ്ഞു എന്ന്. അവരുടെ കാറിന്റെ ചില്ല് ആരോ ചുറ്റിക കൊണ്ട് അടിച്ചു പൊളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, അത് നിധി തന്നെയാണെന്ന്. നിധി ഇവരുടെ സ്റ്റാഫാണെന്നാണല്ലോ അയാളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നം പോയി എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ അയാൾ പറയുന്നു. അതുപോലെ ഈ ചുറ്റിക എങ്ങനെ ആ പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടിയെന്നും അവളെ ആരെ ഇവിടെ സ്റ്റാഫായിട്ട് എടുത്തെന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. അതിന് നമ്മുടെ അനുരാജ് ഒരു കള്ളക്കഥ പറയുന്നു. നിധി എബിയുടെ കാമുകിയാണെന്നും ഇവര് തമ്മിലൊരു വഴക്കുണ്ടായ സമയത്ത് തങ്ങളുടെ കയ്യിൽ നിന്നും ചുറ്റിക വാങ്ങി ദേഷ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന കാറിൽ അടിച്ചതാണെന്നും. എന്താണെങ്കിലും എബി അനുരാജും ഋഷിയുടെ അച്ഛനെ കണ്ടിട്ട് ആ പ്രശ്നം സോൾവ് ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു. നിധിയും അവിടേക്ക് വരുന്നു. ഋഷിയുടെ അച്ഛൻ അങ്ങോട്ടൊന്ന് മാറിയ സമയത്ത് നിധിയാകട്ടെ ഋഷിയുടെ മുഖത്തടിക്കുന്നു. ഇത്രയും കാലം തന്നെ പറ്റിച്ചതിന്റെ പേരില്. അടിയുടെ സൗണ്ട് കേട്ട് ഋഷിയുടെ അച്ഛൻ
കൂടി വരുമ്പോ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് ഋഷിയാണ് അവളെ അടിച്ചതെന്ന്. എന്നാൽ സ്ത്രീകളുടെ മേൽ കൈവച്ചിട്ട് അവസാനം വലിയ കേസ് വല്ലോ ആവുമെന്ന് പേടിച്ചിട്ട് ഋഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് അവൻ നിന്നെ അടിച്ചെങ്കിൽ നീ ഒരടി തിരിച്ചു കൊടുത്തേക്ക്, ഈ കാറിന്റെ പ്രശ്നമെല്ലാം വിട്ടേക്ക്, അത് ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന്. കല്യാണ സമയത്ത് കേസൊന്നും വേണ്ടെന്ന് ചിന്തിച്ചിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. കിട്ടിയ അവസരം അവൾ മുതലെടുത്തു. അവൾ ഒന്നുകൂടി ഋഷിനെ അടിച്ചു. തൽക്കാലം എന്തായാലും ആ പ്രശ്നം സോൾവ് ആയി. പക്ഷെ നിധിയാകട്ടെ എബിയെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അയാളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള വ്യാജന വന്നിട്ട് കമ്പനിയുടെ കാർഡും തന്ന സോഫ വേണമെന്നല്ല ചോദിക്കണ്ടേന്ന് പറഞ്ഞിട്ട് അവള് എബിക്കൊരടി കൊടുത്തിട്ട് പോയി. വീട്ടിലെത്തിയ എബിയാകട്ടെ തന്നെ ഒരു പെൺകുട്ടി അടിച്ച കാര്യം മാത്യുവിനോട് പറയുന്നു. അവളുമായിട്ട് നീ പ്രണയത്തിലായോ എന്നാണ് മാത്യു ചോദിക്കുന്നത്. അയാൾക്കിടയ്ക്കിടയ്ക്ക് വട്ടളവുന്ന സമയത്ത് അയാൾ അങ്ങനെ പലതും പറയുമായിരുന്നു അവന്റെ അടുത്ത്. ഇവിടെ നമ്മുടെ നിധിക്കാകട്ടെ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങുമ്പോഴെല്ലാം തന്നെ അവൾ രാത്രിയിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും എബി ഏതോ ഒരു ബീച്ചിലിരുന്ന് കരയുന്നതായിട്ട്. അത് കാരണം അവള് എബിയെ വന്നുകൊണ്ട് പറയുന്നുണ്ട് എന്റെ ആ സ്വപ്നം നിൽക്കണമെങ്കിൽ എബി എനിക്കൊരടി തിരിച്ചു തരണമെന്ന്. ഞാൻ എബിയെ അടിച്ചത് കൊണ്ടായിരിക്കും എബി കരയുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തിരിച്ചൊരടി തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്വപ്നം ഇനി കാണില്ല. എന്നാൽ എബി പറയുന്നുണ്ട് തനിക്കൊന്നും അടിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ അവളാകട്ടെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും രാത്രി അവൾ സ്വപ്നം കാണുന്ന കാരണം പിറ്റേന്നെല്ലാം എബിയെ കാണാൻ വരികയും ഒരടി തനിക്ക് തരാൻ പറയുകയും ചെയ്യും. ഒടുവിൽ ശല്യം കൂടി അവൾ ഒരു ദിവസം രാവിലെ എബിയുടെ വീട്ടിലെത്തി. ദേഷ്യം വന്ന എബിയാകട്ടെ ഇറങ്ങി വന്ന് അവളുടെ മുഖത്തൊട്ടൊരു അടി കൊടുത്തു. എന്നാൽ അവള് പറയുന്നുണ്ട് ഇത്തവണ ഞാൻ അടി ചോദിക്കാൻ വന്നതല്ല എന്ന്. ഇന്നലെ മുതൽ ആ സ്വപ്നം കാണുന്നത് നിന്നുവെന്നും അതുകൊണ്ട് എനിക്കിനി അടി വേണ്ടാന്ന് പറയാനോ ഞാൻ വന്നതെന്ന്. അത്രയും പറഞ്ഞിട്ട് അവളുടെ ബോധം പോയി. കാരണം അവന്റെ അടിക്ക് അത്ര പവർ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നിധി ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. നിധിയുടെ ഫാമിലി അവിടെ വന്നു, എബിയുടെ ഫാമിലി അവിടെ വന്നു. ഇവർ രണ്ടുപേരും വിചാരിക്കുന്നുണ്ട് നിധി എബിയും തമ്മിൽ പ്രണയത്തിലാണെന്ന്. ആ തെറ്റിദ്ധാരണ എബിയും നിധിയും മാറ്റുന്നതിന് മുൻപ് തന്നെ മാത്യു ആകട്ടെ നിധിയുടെ ഫാമിലിയോട് ഇവരുടെ കല്യാണത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. നിധി പലതവണ വീട്ടുകാരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ കല്യാണം നടത്തുക എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ഫാമിലീസിനെ വിളിച്ചിരുത്തി ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെങ്കിലേ പറ്റുമെന്നാണ് നിധി പറയുന്നത്. അങ്ങനെ പറ്റിയെന്ന് തെറ്റിദ്ധാരണ മാറ്റാൻ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. നിധി എബിയോട് പറയുന്നുണ്ട് നീ ആദ്യം പറഞ്ഞു തുടങ്ങാൻ. എബി നിധിയോട് പറയുന്നു നീ ആദ്യം പറഞ്ഞു തുടങ്ങാൻ. രണ്ടുപേരുടെ ഫാമിലീസിന് വട്ടെടുക്കുന്നുണ്ട്. ആരെങ്കിലും കാര്യം തുറന്നു പറയാൻ പറയുമ്പോ നിധി പെട്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കാൻ. ഇത് കേട്ട് എബി ഞെട്ടി. അവളെ മാറ്റി നിർത്തി അവൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത്? തെറ്റിദ്ധാരണ മാറ്റാനല്ലേ നമ്മൾ വന്നത്, അപ്പൊ നീ കല്യാണത്തിന്റെ കാര്യം പറയുന്നു? അപ്പോഴാണ് നിധി അവളുടെ അടുത്ത സ്വപ്നത്തെ പറ്റി പറയുന്നത്. താൻ തലേന്ന് രാത്രി വീണ്ടും ഒരു സ്വപ്നം കണ്ടു. വെളുത്തു തൊടുത്ത അലുവാ കഷ്ണം പോലെ ഇരിക്കുന്ന ഒരു കുതിരപ്പുറത്ത് എബി വരുന്നതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് നമ്മുടെ കല്യാണം നടക്കുന്നതും. ഈ സ്വപ്നമൊക്കെ ഒരു നിമിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തനിക്ക് എബി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു അവളുടെ സംസാരം. എന്നാൽ എബിക്ക് എന്ത് പറയണമെന്നറിയില്ല. കുറച്ചുനേരം ഒന്ന് ആലോചിച്ചിട്ട് അവനും പോയി വീട്ടുകാരോട് ഈ വിവാഹത്തിന് ഓക്കെ പറയുന്നു. അവൻ അവളെ ഇഷ്ടമാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആകുമെന്ന് നോക്കാമെന്ന് അവർ പരസ്പരം പറയുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്ന് രാത്രി വരെ നിനക്ക് സമയമുണ്ട്, രാത്രിയിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതി, താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതിയെന്ന് അവൻ അവളോട് പറയുന്നു. ഞാൻ എന്തായാലും അന്ന് ഉറങ്ങത്തില്ല. അതുപോലെ നിധി പറയുന്നുണ്ട് എബിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന് തലേന്ന് രാത്രി ഒരു കോയിൻ എടുത്ത് ടോസ് ഇട്ട് നോക്കിയാൽ മതിയെന്ന്. ഇതായിരുന്നു നമ്മളെ മൂവി തുടങ്ങുമ്പോൾ കാണിച്ചത്. കല്യാണ തലേന്ന് രാത്രി അവൻ ടോസ് ഇട്ട് നോക്കുന്നത്. പക്ഷെ കല്യാണത്തിന്റെ അന്ന് എബി കോമയിലാകുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കോമയിൽ കിടന്ന എബിയെ കാണാൻ നിരന്തരം നിധി വന്നുകൊണ്ടേയിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ കണ്ടിട്ട് എബി എപ്പോ ഉണ്ടെന്ന് ചോദിക്കുമായിരുന്നു. അയാളാകട്ടെ വർഷങ്ങളുടെ കണക്ക് പറയുകയാണ്. ഏകദേശം 1 വർഷം കടന്നുപോയി. നിധി കോമയിൽ കിടക്കുന്ന എബിയോട് വന്ന് പറയുന്നുണ്ട് എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ നീ കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണർന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നീ ചിലപ്പോൾ എന്നെ മറന്നു പോയിട്ടുണ്ടാകും. അതിനേക്കാൾ നല്ലത് ഞാൻ ഇപ്പൊ തന്നെ മൂവ് ഓൺ ചെയ്യുന്നതല്ലേ. എനിക്ക് നല്ല പ്രഷറും ഉണ്ട് വീട്ടിൽ നിന്ന്. അത്രയും പറഞ്ഞിട്ട് അവളാകട്ടെ അവൻ ഇട്ടുകൊടുത്തിരുന്ന റിങ്ങൂരി അവിടെ വെച്ചിട്ട് പോകുന്നു. എബിയുടെ അച്ഛൻ മാത്യു ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അവള് തന്റെ മകനെ തേച്ചു എന്നുള്ള ദേഷ്യത്തില് അയാളാകട്ടെ അവളെ പുറത്താക്കി ഗേറ്റ് അടച്ചു. എന്നിട്ട് എബിയുടെ അടുത്തിരുന്ന സങ്കടത്തോടെ അയാൾ സംസാരിക്കുന്നുണ്ട്. അവൾ ഉടനെ തന്നെ വേറൊരുത്തനെ കിട്ടും. ആ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നീ തൽക്കാലം ഈ റിങ് നിന്റെ കയ്യിൽ തന്നെ വെച്ചെന്ന് പറഞ്ഞിട്ട് എബിയുടെ കയ്യിലേക്ക് ആ റിങ് എടുത്ത് വെച്ചു കൊടുക്കുന്നു. ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവി ചലിക്കാൻ ആരംഭിച്ചു. അവന്റെ കണ്ണുകൾ തുറന്നു. കോമയിൽ നിന്ന് അവൻ പതിയുണർന്ന് അയാളോട് സംസാരിച്ചു തുടങ്ങി. എബി കോമയിൽ നിന്ന് ഉണർന്ന വിവരം അറിഞ്ഞിട്ട് സിബി പോലും ഞെട്ടിപ്പോയി. കാരണം എബി കോമയിൽ നിന്ന് ഉണരില്ല എന്ന് വിശ്വസിച്ചിട്ട് എങ്ങനെയെങ്കിലും അവന്റെ പേരിലും കൂടെയുള്ള സ്വത്തും കൂടി തന്റെ പേരിലാക്കാനുള്ള ശ്രമം സിബി നടത്തുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അതെന്തായാലും നടക്കില്ലല്ലോ. അതിന്റെ വിഷമമായിരുന്നു സിബിക്ക്. കോമയിൽ നിന്നുണർന്ന എബി വിചാരിക്കുന്നുണ്ട് തന്നെ ഉണർത്താൻ വേണ്ടി മനഃപൂർവ്വം ബ്രേക്കപ്പിന്റെ കാര്യം നിധി പറഞ്ഞതാണെന്നും ഈ മോതിരം ഊരി വെച്ചതാണെന്നും. അതുകൊണ്ട് അനുരാജിന്റെ കയ്യിൽ ആ മോതിരം കൊടുത്തിട്ട് എബി പറയുന്നുണ്ട് നീ ഇത് അവളുടെ കയ്യിൽ കൊണ്ടുകൊടുക്കണം, എന്നിട്ട് ഞാൻ ഉണർന്നു എന്ന് പറയണമെന്ന്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് സിബി ഒരു കളി കളിക്കുന്നു. ഫിനാൻഷ്യലായിട്ട് അവന് കുറെ ഇഷ്യൂ ഉള്ളത് കാരണം തൽക്കാലം അറിഞ്ഞ് എനിക്കൊന്ന് മറിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അനുരാജിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി. എന്നിട്ട് എബിയോട് കള്ളം പറയുന്നു നിധി ഇനി നിന്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല, അവളൊരു പഞ്ചാബിക്കാരൻ ഗുസ്തിക്കാരന്റെ കൂടെ പോയി എന്ന്. നീ കോമയിലായിരുന്ന 3ാമത്തെ മാസം തന്നെ അവളുടെ വിവാഹം തീരുമാനിച്ചതാണെന്ന്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും അവളെ വിളിക്കാൻ ഇനി നിൽക്കണ്ട, നീ നിന്റെ ഫിസിയോതെറാപ്പിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സിബി പറയുന്നത്. ഇതെല്ലാം കേട്ട് എബി ആകെ തകർന്നു പോയി. പിന്നീട് അവൻ നിധിയെ കോണ്ടാക്ട് ചെയ്യാൻ നിന്നില്ല. തന്റെ ഫിസിയോതെറാപ്പി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവൻ അറിയുന്നുണ്ട് നിധിയുടെ എൻഗേജ്മെന്റ് ആണെന്ന്.
എന്ന്. എന്താണെങ്കിലും ആ ഫംഗ്ഷന് പോയി അവളെ കണ്ട് സംസാരിക്കണമെന്ന് എബി പറയുന്നു. ഞാൻ കോമയിൽ നിന്നുണർന്നെന്ന് അവൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവൾ എന്നെ കാണാൻ വന്നില്ല എന്ന് എനിക്ക് ചോദിക്കണം. സിബി മാക്സിമം അവനെ തടഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ എബി പോയി. എൻഗേജ്മെന്റിന്റെ കറക്റ്റ് സമയത്ത് എബി എവിടേക്ക് വരുന്നത് കണ്ടിട്ട് നിധിയുടെ ബോധം പോയി. ബോധം തിരിച്ചു കിട്ടി ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് നിധി മനസ്സിലാക്കുന്നത് എബി കോമയിൽ നിന്നുണർന്നിട്ട് കുറെ നാളായെന്നും അത് താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നും. നിധിയോട് സംസാരിച്ചപ്പം എബിക്ക് മനസ്സിലായി സിബി അനുരാജും നിധിയോട് താൻ കോമയിൽ നിന്നുണർന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്. തെറ്റിദ്ധാരണ മാറിയ സ്ഥിതിക്ക് തന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ നിധിയോട് എബി പറഞ്ഞെങ്കിലും നിധി പറയുന്നുണ്ട്, ഒരു തവണ ഞാൻ നിന്റെ റിങ്ങൂരി തിരിച്ചു തന്നതാണ്, ഇപ്പൊ രണ്ടാമത് മറ്റൊരാളുടെ റിങ് ഞാൻ വീണ്ടും ഊരി അയാൾക്കും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനാ? എനിക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുമാറാൻ വയ്യ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വിധിയെന്ന് കരുതി നമുക്ക് പിരിയാമെന്ന് നിധി പറയുന്നു. പക്ഷെ എബി ആകട്ടെ കുറെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ കോമയിലായിരുന്ന സമയത്ത് കണ്ട സ്വപ്നങ്ങളിലെല്ലാം തന്നെ നീയായിരുന്നുവെന്നും നീ എന്റെ സ്വന്തമാകുന്നതായിരുന്നു ഞാൻ സ്വപ്നം കണ്ടതെന്നൊക്കെ അവൻ ഇങ്ങനെ വെറുതെ കള്ളം പറയുകയാണ്. സ്വപ്നം കാണുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇവള് കുറച്ച് ഇമോഷണൽ ആകും. അപ്പൊ തന്റെ അടുത്തേക്ക് അവൾ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് അവനും തോന്നി. എന്താണെങ്കിലും താനൊന്ന് ആലോചിക്കട്ടെ എന്നാണ് നിധി പറയുന്നത്. അവിടെ നിന്നിറങ്ങി എബി ആകട്ടെ സിബിയെ അന്വേഷിക്കുകയായിരുന്നു. കാരണം സിബിയാണല്ലോ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. താൻ ഉണർന്ന കാര്യം നിധിയോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ അവസ്ഥ വരെ എന്തായാലും എത്തില്ലായിരുന്നു. പക്ഷേ സിബി ആകട്ടെ ആ സമയം കൊണ്ട് തന്റെ ബാംഗ്ലൂരിലുള്ള ഫ്ളാറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവനെ അന്വേഷിച്ച് എബി അവിടെ എത്തി. അപ്പോൾ സിബി പറയുന്നുണ്ട്, ഞാനിവിടെ ഒരുപാട് പേർക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, അവരെല്ലാം എന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, അത് കാരണം ഗതികെട്ട് നിന്റെ അറിങ്ങ് ഞാനൊന്ന് പണയം വെച്ചതാണെന്ന്, അതെന്തായാലും ഞാൻ എടുത്തു തരാമെന്നും അവൻ പറയുന്നു. നിധിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള റിപ്ലൈയും എബിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളിനി ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള സങ്കടം എബിക്കുണ്ടായിരുന്നു. എബി ഇപ്പോഴും സിബിയുടെ കൂടെ ബാംഗ്ലൂർ തന്നെയാണ്. അവിടെ ഫ്ളാറ്റില് ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുന്നതിന്റെ അന്ന് എല്ലാവരും റിസപ്ഷനിലായിരുന്നു. ആ സമയം നോക്കി എബി ആകട്ടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിധിയെ നഷ്ടപ്പെട്ട ദുഃഖവും ഡിപ്രഷനും എല്ലായിരുന്നു അവനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഫാനിൽ കുറുക്കിട്ട് അവനങ്ങനെ നിൽക്കുമ്പോഴാകട്ടെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റില് ഒരു പെൺകുട്ടി സാധനങ്ങൾ വലിച്ചെറിയുന്നതും ബാൽക്കണിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും അവൻ കാണുന്നു. എന്നിട്ട് അവൾ ഒരു സ്റ്റൂളിന്റെ മുകളിൽ കയറി എന്തോ ചെയ്യുന്നതായിട്ട് അവന് മനസ്സിലായി. തന്നെ പോലെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിയപ്പോൾ എബി ആകട്ടെ തന്റെ ആത്മഹത്യാ ശ്രമം എല്ലാം തന്നെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് അവളെ രക്ഷിക്കാൻ ഓടി. ആ പെൺകുട്ടിയുടെ ഫ്ളാറ്റ് കണ്ടുപിടിച്ച് അവനാകട്ടെ അത് ചവിട്ടി തുറക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അത് തുറന്നിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങുന്നു. താൻ വിചാരിച്ച പോലെ അവൾ ആത്മഹത്യ ഒന്നും ചെയ്തില്ല എന്ന് മനസ്സിലായപ്പോ എബിക്ക് കുറച്ച് ആശ്വാസം തോന്നി. ചിലപ്പോ അവൾ ഡിസിഷൻ മാറ്റിയതായിരിക്കും എന്ന് തോന്നിയിട്ട് എബി അവിടെ നിന്നും തിരിച്ചുപോയി. പക്ഷെ ഇവിടെ എബിയെ തേടി ഫ്ളാറ്റിലേക്ക് എത്തിയ സിബി കാണുന്നത് എബി വെച്ചിട്ട് പോയ സ്റ്റൂളും കയറുവാണ്. ഇതെല്ലാം എബിയുടെ പണിയാണെന്ന് സിബിക്ക് മനസ്സിലായി. എന്തായാലും അവൻ കയറ് കെട്ടിത്തൂക്കിയിട്ട സ്ഥിതിക്ക് ചുമ്മാ ഒന്ന് കയറി നിന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് ചാവാൻ പോവുകയാണെന്ന് പറഞ്ഞ് പപ്പയെ ഭീഷണിപ്പെടുത്തി സ്വത്ത് എഴുതി വാങ്ങിക്കാമെന്നായിരുന്നു സിബിയുടെ ചിന്ത. സിബി അത് കാരണം വെറുതെ തന്റെ കഴുത്തിലേക്ക് ആ കയറെടുത്തിടുന്നു. പക്ഷെ ഇത് കണ്ടുകൊണ്ടുവന്ന സിബിയുടെ വൈഫ് പേടിച്ച് നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ട് കാല് വഴുതി നമ്മുടെ സിബി ശരിക്കും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലെത്തി. ഒടുവിൽ എങ്ങനെയൊക്കെയോ അവന്റെ വൈഫ് അവനെ രക്ഷിച്ചു. ഇതൊന്നും എബി അറിയുന്നുണ്ടായിരുന്നില്ല. എബി ഫ്ളാറ്റിലെത്തുമ്പോ സിബിയും കൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. എബി ആകട്ടെ ഫുൾ ടൈം അയൽ വീട്ടിലുള്ള ആ പെൺകുട്ടിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ പേര് രേവതി എന്നാണ്. പിറ്റേന്ന് രാവിലെ സിബിയുടെ വൈഫ് വന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളൊക്കെ എബി അറിയുന്നത്. ആ കയറ് താനാ കെട്ടിത്തൂക്കിയതെന്ന് അവൻ എന്തായാലും പറയാൻ നിന്നില്ല. ആത്മഹത്യയുടെ വക്ക് വരെ സിബി പോയ സ്ഥിതിക്ക് തൽക്കാലം അവന്റെ കടങ്ങളൊക്കെ അവിടെ അസോസിയേഷനിലുള്ള കുറച്ചു പേർ ചേർന്നിട്ട് തീർക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ആ പ്രശ്നത്തിന് ചെറിയൊരു സൊല്യൂഷൻ കിട്ടി. ഇവിടെ എബി ആകട്ടെ ഫുൾ ടൈം രേവതിയെ ഫോളോ ചെയ്യുമായിരുന്നു. അവളൊരു കിൻഡർ ഗാർഡനിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എബി രേവതിയോട് ഒന്ന് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, തലേന്ന് രാത്രി ക്രിസ്മസ് പപ്പയുടെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് തന്റെ ഫ്ളാറ്റിൽ വന്നത് ഞാനാണെന്ന്. താനെന്തിനെ എന്നെ ഫോളോ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ കുറെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ പലപ്പോഴും താൻ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന കണ്ടിട്ടുണ്ട്. കൂട്ടത്തിലിരുന്ന് എല്ലാവരും തമാശ പറഞ്ഞിരിക്കുമ്പോൾ താൻ മാത്രം സൈലന്റ് ആയിട്ടിരിക്കും. കുറെ കഴിഞ്ഞിട്ടാണ് താൻ ചിരിക്കുന്നത്. എപ്പോഴും താൻ എന്തെങ്കിലും ചിന്തയിലും മുഴുകിയിരിക്കും. ഇതൊക്കെ താൻ എന്തിനാ നോക്കാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൾ അവിടെ നിന്നും പോയി. പക്ഷെ പിന്നീട് കാണുന്നത് ഇവള് ടെറസിന്റെ മുകളിൽ നിൽക്കുന്നതാണ്. അവള് ചാടിച്ചാകാൻ പോവാണെന്ന് പേടിച്ചിട്ട് എബി അവളെ വിളിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട് തന്റെ വിളി കേട്ട് പേടിച്ചിട്ട് ഞാനിപ്പോ താഴെ വീണ് ചത്തേനെയെന്ന്. അപ്പൊ താൻ ചാകാൻ വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഞാൻ എന്തിനാ ചാകുന്നതെന്ന്. എന്നിട്ട് ദേഷിച്ച് അവൾ അവിടെ നിന്നും പോയി. എബി ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവൾ അവനോട് വന്ന് സോറി പറയുന്നു. തന്റെ തോന്നലൊക്കെ ശരിയാ, ഞാൻ കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. എങ്ങനെ നിന്റെ മൈൻഡ് ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പ് ആവാൻ മാത്രം നിന്റെ ലൈഫിൽ എന്താ സംഭവിച്ചെന്ന് എബി ചോദിക്കുന്നു. അവളൊന്നും പറയാതെ നിൽക്കുന്ന കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് എനിക്ക് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ നല്ല കഴിവുണ്ടെന്ന്. എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ ലാസ്റ്റ് മിനിറ്റില് അവനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു. ശരിക്കും തന്റെ കാര്യം തന്നെയായിരുന്നു എബി പറഞ്ഞുകൊണ്ടിരുന്നത്. അവന്റെ ഫ്രണ്ടിന്റെ സ്റ്റോറി പോലെ അവളുടെ അടുത്ത് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. എബി ഓരോന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നീട് രേവതി തന്റെ കഥ പറയുന്നതാണ് കാണിക്കുന്നത്. രേവതിയുടെ വിവാഹം വീട്ടുകാര് വിനീത് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ വിനീതാകട്ടെ രേവതിയോട് ദിവസേന വിളിച്ചിട്ട് അവളുടെ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയുകയാണ്. വിവാഹത്തിന് മുമ്പ് അവൾ 20 kg കുറയ്ക്കണമെന്നായിരുന്നു വിനീതിന്റെ ആവശ്യം. അത് കാരണം അവൻ പറയുന്ന പോലെ അവൾ ഡയറ്റ് ഒക്കെ എടുക്കുകയാണ്. എന്നാൽ അവൾക്ക് ഡയറ്റ് എടുക്കുന്നതിനനുസരിച്ച് തലകറക്കവും വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ തന്റെ ഫ്ളാറ്റിലേക്ക് വരുമ്പോ തൊട്ടടുത്ത ഫ്ളാറ്റില് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കഴിക്കുന്നത് കാണുന്നു. അത് ഇട്ടിയുടെ ഫ്ളാറ്റ് ആയിരുന്നു.
അവിടുത്തെ ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ രാത്രിയിൽ അവൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ട് ഇട്ടിയോട് ചോദിക്കുന്നു, നേരത്തെ ഇവിടെ എല്ലാവർക്കും ബിരിയാണി വിളമ്പിയില്ലേ, അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ആഹാരം ചോദിച്ചു വന്ന സ്ഥിതിക്ക് അവനാകട്ടെ അവൾക്ക് ആഹാരം എടുത്തു കൊടുത്തു. ഇട്ടി ഒരു ഷെഫായിരുന്നു. താനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് എടുക്കുമെങ്കിലും തന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കാരണം രാത്രിയാകുമ്പം എനിക്ക് നല്ല വിശന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്ന് അവൾ പറയുന്നു. ഇട്ടി ഉണ്ടാക്കി കൊടുത്ത ആഹാരമൊക്കെ കഴിച്ചിട്ട് അവള് എന്നും രാത്രി പോകുമെങ്കിലും പിറ്റേന്ന് രാവിലെ വന്നിട്ട് അവനെ വഴക്ക് പറയും. ഞാൻ ഫുഡ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ എന്തിനാ ഉണ്ടാക്കി തരാൻ നിൽക്കുന്നതെന്ന്, കഷ്ടപ്പെട്ട് ഞാൻ ഡയറ്റ് എടുക്കുന്നതല്ലേ, തന്നോട് പറയുമ്പോൾ തന്നെ താൻ ഫുഡ് എടുത്തെന്ന് കഴിഞ്ഞാൽ എന്റെ തടി വീണ്ടും കൂടില്ലെന്നാണ് അവള് ചോദിക്കുന്നത്. ഇത് കേട്ട് ഇട്ടി അവളോട് പറയുന്നുണ്ട്, തനിക്ക് ഫുഡ് തരികയും വേണം, തന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കുകയും വേണോ അല്ലേ എന്ന്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തും കഴിച്ചുമൊക്കെ ഇവര് നല്ല സൗഹൃദത്തിലായി. അതിനിടയ്ക്ക് ഇട്ടി അവളോട് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാ വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കുന്നത്, താൻ ഇങ്ങനെ തന്നെ നല്ലതാണ്, അതുകൊണ്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. അങ്ങനെ രേവതി ഇട്ടിയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് കടന്നു. വീട്ടുകാര് വിനീതുമായിട്ട് അവളുടെ കല്യാണം നിർബന്ധിച്ച് നടത്താൻ ശ്രമിക്കുകയായിരുന്നു. അവൾക്ക് വിനീതിനെ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇട്ടിയാകട്ടെ രേവതിയോട് പറയുന്നുണ്ട്, താൻ നാട് വരെ പോവുകയാണ്, വീട്ടിലെല്ലാവരോടും നമ്മുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ സമ്മതം വാങ്ങിച്ചിട്ട് വരുമെന്ന്. പക്ഷെ അങ്ങനെ പോയ ഇട്ടിയാകട്ടെ പിന്നീട് തിരിച്ചു വന്നില്ല. അസോസിയേഷനിലെ ആൾക്കാര് ഒരു ദിവസം അവളോട് പറയുന്നുണ്ട്, നിന്റെ അയൽക്കാരൻ ആ ഇട്ടി മരിച്ചുപോയെന്ന്. ഇവരെല്ലാവരും ഇട്ടിയുടെ നാട്ടിലേക്ക് മരണാനന്തര ചടങ്ങിൽ കൂടാൻ പോവാനിരിക്കുകയായിരുന്നു. അവളെയും വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഷോക്കിൽ നിൽക്കുന്ന അവള് താൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇട്ടി മരിച്ചുവെന്ന് അവൾക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. അവള് ശരിക്കും ആ ഡിപ്രഷനിലായിരുന്നു ഇത്രയും ദിവസം കരഞ്ഞുകൊണ്ടിരുന്നത്. രേവതി ഈ കഥകളൊക്കെ എബിയോട് പറയുമ്പോ എബി ഈ കഥകളെല്ലാം തന്നെ മാത്യുവിനോടും വിളിച്ചു പറയും. ഇവളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഓരോരോ സജഷൻസ് മാത്യു എബിക്ക് കൊടുക്കുകയും ചെയ്യും. രേവതി ഇട്ടിയെ സ്നേഹിച്ചതും ഇട്ടി മരിച്ച വിവരങ്ങളും ഒന്നും തന്നെ രേവതിയുടെ വീട്ടുകാർക്ക് അറിയില്ല. അവരാകട്ടെ രേവതിയുടെ വിവാഹം ഫിക്സ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നില്ലേ. അത് കാരണം കല്യാണ ലെറ്ററുമായിട്ട് സിബിയുടെ ഫ്ളാറ്റിലേക്ക് അവര് വരുന്നു. ആ സമയത്ത് സിബി ഇല്ലാത്ത കാരണം എബിയുടെ കയ്യിലാണ് അവർ കത്ത് കൊടുക്കുന്നത്. രേവതിയുടെ വിവാഹം ഉടനെ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞതോടുകൂടി എബി ആകെ ടെൻഷനിലായി. കാരണം അവൾ ഇതുവരെയും വീട്ടുകാരോട് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. എബി വന്ന് രേവതിയോട് സംസാരിക്കുന്നുണ്ട്. താൻ ഇനിയും തന്റെ വീട്ടുകാരോട് ഇതിന് സമ്മതമല്ല എന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരിക്കലും തനിക്ക് പിന്മാറാൻ പറ്റില്ല എന്ന്. ഒടുവിൽ എബിയുടെ മോട്ടിവേഷൻ എല്ലാം കേട്ടിട്ട് രണ്ടും കൽപ്പിച്ച് രേവതി തന്റെ അച്ഛനോടും അമ്മയോടും തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നു. രേവതിയുടെ അച്ഛൻ ആകെ കലിപ്പിലായിരുന്നു. അയാൾ ഈ വിവാഹം നടത്തുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇതെല്ലാം തന്നെ എബി മാത്യുവിനോട് പറയുന്നു. അപ്പൊ മാത്യു പറയുന്നുണ്ട്, ഈ വിവാഹം പൊളിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന്. മാത്യു എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും തന്നെ എബിക്ക് അറിയില്ലായിരുന്നു. പിറ്റേന്ന് രേവതി വന്ന് എബിയോട് കാര്യം പറയുമ്പോഴാണ് മാത്യു ഒപ്പിച്ച പണി അവന് മനസ്സിലാകുന്നത്. രേവതി കെട്ടാൻ പോകുന്ന ചെക്കൻ വിനീത് നാട്ടിലായിരുന്നല്ലോ. മാത്യു ആകട്ടെ നാട്ടിലുള്ള വിനീതിനെ പോയി കണ്ടിട്ട് അവനോട് പറയുന്നുണ്ട്, ഞാൻ രേവതിയുടെ പ്രൊഫസറാണെന്നും രേവതി വിനീതിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വിനീത് വിവാഹത്തിന്റെ അന്ന് കുതിരപ്പുറത്ത് വരണമെന്നാണ് രേവതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. വിനീതിനോട് അതെങ്ങനെ പറയുന്നുള്ള വിഷമത്തിലാവളെന്ന് ഇയാള് കള്ളം പറയുന്നു. രേവതിയുടെ ആ ആഗ്രഹം തനിക്ക് സാധിച്ചു കൊടുക്കണമെന്ന് വിനീതിന് തോന്നി. കൂടെ മാത്യുവും കൂടെ നിർബന്ധിക്കുന്നു. എന്നിട്ട് നമ്മുടെ മാത്യു ആകട്ടെ ഏത് കുതിരയുടെ മുകളിൽ നിന്നാണോ എബി വീണിട്ട് കോമയിലായത് ആ കുതിരയുടെ മുകളിലാണ് വിനീതിനെ നമ്മുടെ മാത്യു കയറ്റുന്നത്. അങ്ങനെ വിനീതും വീണ് വിനീതിന് പണി കിട്ടി. അവന്റെ കാലൊടിഞ്ഞു കിടക്കുന്ന കാരണം രേവതിയായിട്ടുള്ള അവന്റെ വിവാഹം തൽക്കാലം നടക്കില്ല. വിനീതിനെ കാണാൻ രേവതി നാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് എബിയും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തി. ഇതൊന്നും താനറിയാതെ തന്റെ പപ്പ ഒപ്പിച്ച പണിയാണെന്ന് എബി പറയുന്നുണ്ട്. എബി രേവതിയെ തന്റെ പപ്പയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാത്യു രേവതിയോട് പറയുന്നുണ്ട്, ആ വിനീതിന്റെ കാല് തല്ലി ഓടിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്ന്. കുറച്ചു കാലം എബി ഭയങ്കര വിഷമത്തിലായിരുന്നു. അവന്റെ ഡിപ്രഷനും വിഷമവും മാറ്റാൻ വേണ്ടിയിട്ടാണ് രേവതിയെ പറ്റി അവൻ പറഞ്ഞപ്പോൾ അവനെ മോട്ടിവേറ്റ് ചെയ്ത് രേവതിയുടെ പിറകെ വിട്ടതും രേവതിയുടെ ലൈഫിലെ പ്രശ്നങ്ങൾ തീർക്കാൻ അവനോട് ആവശ്യപ്പെട്ടതും. രേവതിയുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇറങ്ങിയ എബി ആകട്ടെ പതിയെ പതിയെ തന്റെ പ്രശ്നങ്ങൾ മറക്കുകയും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അയാൾ കുറച്ചു കാലം കൂടി ഇത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചത്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്ന പോലെ എനിക്ക് വട്ടൊന്നുമില്ല എന്ന്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലിക്ക് പോകുന്ന സമയത്താണ് എബിയുടെ അമ്മയെ പരിചയപ്പെടുന്നതും വിവാഹം ചെയ്യുന്നതും. ഒരു കാലം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുമായിട്ട് അവിടെ ചെലവെല്ലാം നോക്കി ഒരുമിച്ച് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ എബിയുടെ അമ്മയും എബിയും സിബിയും നാട്ടിലേക്ക് വന്നു. മാത്യു അപ്പോഴും നോർത്ത് ഇന്ത്യയിൽ തന്നെയായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇവരാകട്ടെ കുട്ടികളായ ശേഷം പിന്നീട് ഒരുമിച്ചധികം താമസിച്ചിട്ടില്ല. രണ്ടുപേരും രണ്ടിടത്തായിരുന്നല്ലോ. റിട്ടയർമെന്റിന് ശേഷം നാട്ടിലേക്ക് മാത്യു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും അപ്പോഴേക്കും എബിയും സിബിയും ലൈഫിൽ സെറ്റിൽ ആകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. അങ്ങനെ ഇയാൾ റിട്ടയർമെന്റ് കഴിഞ്ഞ് നാട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ വൈഫ് മരിച്ചുപോയി. കാലങ്ങളായിട്ട് സ്വപ്നം കണ്ട ഒരുമിച്ചുള്ള ജീവിതം നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം അയാളെ വലിയൊരു ഷോക്കിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടായിരുന്നു പലപ്പോഴും അയാൾ തന്റെ വൈഫിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതും. തന്റെ ഉള്ളിൽ ആ പ്രണയം ഇങ്ങനെ കിടക്കുന്ന കാരണം തനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കാണുമ്പോ ആൾക്കാര് എനിക്ക് വട്ടാണെന്ന് പറയും. പിന്നീട് അങ്ങോട്ട് എബിയും രേവതിയും മാത്യു എല്ലാം തന്നെ നല്ല സുഹൃത്തുക്കളായി മാറി. ഇവിടെ വിനീത് ഹോസ്പിറ്റലിൽ കിടന്ന് നേഴ്സുമാരും ഡോക്ടർമാരെയും ഒക്കെ വായി നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ അസുഖമൊക്കെ ഭേദമായി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ വീട്ടുകാർ വീണ്ടും ഇവരുടെ കല്യാണത്തെ പറ്റി സംസാരിക്കുന്നു. ഇത്തവണ രേവതി ഉറപ്പിച്ച് പറയാനിരിക്കുകയായിരുന്നു തനിക്ക് വിവാഹം വേണ്ട എന്ന്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവളെ ഞെട്ടിച്ചുകൊണ്ട് വിനീത് പറയുന്നുണ്ട് തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന്. കാരണം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അവന്റെ ഒരു ഡോക്ടറുമായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ അവന് താല്പര്യം എന്ന് പറയുന്നു. അത് കേട്ടതോടുകൂടി
കേട്ടതോടുകൂടി രേവതിക്ക് സന്തോഷമായി. അവൾ എന്തായാലും രക്ഷപ്പെട്ടല്ലോ. അവിടെ നിന്നും എബിയും രേവതിയും മാത്യു ഒരുമിച്ച് പോവുകയായിരുന്നു. രേവതിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് മാത്യു ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് താൻ തന്റെ ടീച്ചിങ് ജോബുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന്. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ തന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കുമെന്ന് അവൻ പറയുന്നു. എന്നാൽ അത് കേട്ട് രേവതിയാകട്ടെ മാത്യുവും കൂടെ കേൾക്കെ പറയുന്നുണ്ട് ശരിക്കും അന്ന് എബി തന്നെയല്ല രക്ഷിച്ചത്, താൻ എബിയാണ് രക്ഷിച്ചതെന്ന്. എബി സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നത് രേവതി കണ്ടിട്ടുണ്ടായിരുന്നു. അവന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ മനഃപൂർവ്വം സാധനങ്ങൾ വലിച്ചെറിഞ്ഞതും ബാൽക്കണിയിൽ വന്നു നിന്ന് കരഞ്ഞതും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോലെ സ്റ്റൂളിന്റെ മുകളിൽ കയറിയതും. അതൊക്കെ കണ്ടിട്ട് എബി തെറ്റിദ്ധരിച്ചു ഇവൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന്. അങ്ങനെ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിച്ച് അവൻ ഇറങ്ങി തിരിച്ചു. ഇതെല്ലാം കേട്ടതോടുകൂടി മാത്യു ആകെ സങ്കടത്തിലായി. തന്റെ കള്ളത്തരം പുറത്തു വന്നതോടുകൂടി എബിക്കും പിന്നെ ഒന്നും പറയാനില്ല. വീട്ടിലെത്തിയ എബിയാകട്ടെ തന്റെ ലൈഫിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. നിധിയെ വിളിക്കാൻ അവന് തോന്നി. എന്നാൽ അവൻ നിധിയെ വിളിക്കുന്ന സമയത്ത് അവൾ മുഖത്ത് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കിടക്കുകയായിരുന്നു. അവളുടെ അച്ഛനാകട്ടെ അവന്റെ ആ കോള് കണ്ടിട്ട് അവൾ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കമ്പനിയിൽ നിന്ന് വിളിക്കുന്ന കോളാണെന്നും നിനക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞേക്കാനും പറയുന്നു. തനിക്ക് ഒരു കണക്ഷൻ എടുക്കാനും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. തന്റെ കൂടെ സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ലാന്ന് അവൾ പറഞ്ഞതെന്ന്. അത് കാരണം അവൻ കോള് കട്ട് ചെയ്തു. പക്ഷേ എബിയുടെ സങ്കടമൊക്കെ മനസ്സിലാക്കിയ മാത്യു ആകട്ടെ നിധിയെ കണ്ടിട്ട് പറയുന്നുണ്ട് എബി ഭയങ്കര സങ്കടത്തിലാണ്, അവൻ നിധിയെ സ്വപ്നം കണ്ട് ഉണരാറുണ്ടെന്നും നിധിന്ന് വിളിച്ച് കരയാറുണ്ടെന്നും. ഇതൊക്കെ കേട്ടതോടെ നിധി ആകെ സങ്കടത്തിലായി. എന്നാൽ എബി ഇവിടെ പതിയെ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ആ സമയത്ത് മാത്യു പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് നിധി ഓടി വന്നിട്ട് എബിയെ കെട്ടിപ്പിടിക്കുന്നു. നമുക്ക് പഴയ പോലെ ആവാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് സിനിമ കാണുകയായിരുന്നു. പക്ഷെ എബിക്ക് പഴയ പോലെ ആകാനേ പറ്റുന്നില്ല. അവൻ അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഞാനെന്ന് നിന്റെ എൻഗേജ്മെന്റ് എന്ന് വന്നിട്ട് നിന്നെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണ്. പിന്നെ എന്റെ പപ്പ നിന്നോട് പറഞ്ഞ കാര്യങ്ങളും കള്ളമാണ്. ഞാൻ നിന്നെയല്ല സ്വപ്നം കണ്ടത്. താൻ സ്വപ്നത്തിൽ എന്താണ് കണ്ടതെന്നുള്ള യഥാർത്ഥ കാര്യം അവൻ അവളോട് പറയുന്നു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അവൾക്ക് നല്ല വിഷമമായി. അവൾ അവനോട് പറയുന്നുണ്ട് എബി ഇപ്പൊ ഒരുപാട് കൺഫ്യൂഷനിലാണ്, എന്താണെങ്കിലും ആലോചിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. എബിക്ക് എത്ര ആലോചിച്ചിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നിധിയുടെ അടുത്തേക്ക് തിരിച്ചു പോണോ അതോ അവളെ മറന്നിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണോ എന്നുള്ള ചിന്തയായിരുന്നു അവന്. ഇതിന്റെ ഇടയ്ക്ക് മാറ്റി എന്തെങ്കിലും പറയുമ്പോ എബിക്ക് ദേഷ്യം വരുമായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എബി പറയുന്നുണ്ട് കുറെ നാളായിട്ട് നിങ്ങൾ വട്ടാണെന്ന് പറഞ്ഞിട്ട് എന്റെ സ്വസ്ഥത കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എവിടെങ്കിലും പൊയ്ക്കൂടെ എന്ന് അവൻ ചോദിക്കുന്നു. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് മാത്യുവിന് തോന്നി ഇനി എന്തായാലും അവന് തന്റെ ആവശ്യമില്ലാന്ന്. തന്റെ രണ്ടു മക്കളും അവരവരുടെ വഴി തെരഞ്ഞെടുത്തു. ഇപ്പൊ ഞാൻ എന്തായാലും ഫ്രീയാ, ഇനി എനിക്ക് എന്റെ വൈഫിന്റെ അടുത്തേക്ക് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ കറക്റ്റ് ആ സമയത്ത് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നു ആരോ. മാലിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആകട്ടെ തന്റെ കാറ് പഞ്ചറായിട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ കയറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവിടേക്ക് കയറി വന്നത്. തൂങ്ങിച്ചാവാനെടുത്ത കയറുമായിട്ട് മാത്യു ആകട്ടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവരുടെ കാറും കെട്ടി വലിച്ചുകൊണ്ട് മാത്യു പോകുന്നതിനിടയിൽ മാത്യുവിന്റെ കാറിന്റെ പെട്രോൾ തീർന്നു. അവസാനം ഈ രണ്ട് കാറും കൊണ്ടുപോകാൻ വേറെ ആളെ വിളിക്കേണ്ടി വന്നു. എന്തായാലും ആ പരിചയപ്പെടലും അവരുടെ സംസാരം എല്ലാം തന്നെ ഒരു സൗഹൃദത്തിലേക്ക് കടന്നു. മാലിനിയുടെ ഹസ്ബൻഡ് മരിച്ചതായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും വിവാഹം ചെയ്യുന്നതാണ്. ദിവസങ്ങൾ കടന്നുപോയിട്ടും എബി ഇവിടെ ആകെ കൺഫ്യൂഷനിലാണ്. ഒരു ദിവസം അവനാകട്ടെ ഒരു സ്കൂളിൽ ഫർണിച്ചർ കൊടുക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് രേവതി കാണുന്നു. ബാംഗ്ലൂർ ജോലി വിട്ടിട്ട് അവള് തിരിച്ച് കേരളത്തിലേക്ക് വന്നു മനസ്സിലാക്കി അവനാകട്ടെ അവളോട് പോയി സംസാരിക്കുന്നു. നിന്റെ മനസ്സിപ്പോ ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന്. ഇട്ടിയെ എന്തായാലും എനിക്ക് മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇട്ടിയെ മറക്കാതെ അത് നല്ലൊരു ഓർമ്മയായിട്ട് ഞാൻ എന്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊള്ളാമെന്നായിരുന്നു അവള് പറയുന്നത്. ഇനി തന്റെ ലൈഫിലെ പ്രശ്നത്തിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ അവള് പറയുമ്പോ അവനും തോന്നുന്നുണ്ട് ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിക്കാതെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അവൻ നേരെ വീട്ടിൽ പോയിട്ട് അവന്റെ വിവാഹത്തിന്റെ തലേന്ന് അവൻ ടോസിട്ട് നോക്കിയ ആ കോയിൻ എടുത്തു നോക്കുന്നു. അതിനുശേഷം അവൻ നിധിയെ വിളിക്കുന്നു. ഇവർ രണ്ടുപേരും അവൻ സ്വപ്നത്തിൽ കണ്ട അതുപോലൊരു സ്ഥലത്ത് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അവൻ കോമയിലായിരുന്ന സമയത്ത് നിധി ഓരോ ദിവസവും അവന്റെ അടുത്ത് വന്നിരുന്ന് അവനോട് സംസാരിക്കുമായിരുന്നു. അവൻ കോമയിലാണെന്ന് അറിഞ്ഞിട്ട് പോലും വെറുതെ അവനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു വർഷക്കാലം എല്ലാ ദിവസവും അവന്റെ അടുത്ത് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ ലൈഫിൽ തനിക്ക് ആവശ്യം നിധിയെ തന്നെയാണെന്ന് അവൻ ഏകദേശം മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. നിധി അവനോട് പറയുന്നുണ്ട് താൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടുവെന്ന്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നതും എബി പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എന്നെ ഹഗ് ചെയ്യുന്നതും. അത് കേട്ടയുടനെ അതുപോലെ തന്നെ അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ ഹഗ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുകൾക്കപ്പുറം അവർ വീണ്ടും ഒന്നിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.